പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് 4 മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു സ്നാക്സ് ആണ്. അതിനായിട്ട് ഒരൽപ്പം ചോറ് നമ്മൾ എടുത്തിട്ടുണ്ട്, പച്ചമുളകും കറിവേപ്പിലയും അരിഞ്ഞെടുത്തത്, സബോള അരിഞ്ഞത്, ഒരു 2 ടീസ്പൂൺ തേങ്ങ തിരുമിയത്, ഒരൽപ്പം കോൺഫ്ലവർ. ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്, ചോറ് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് അരച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സബോള അരിഞ്ഞത്, പച്ചമുളകും കറിവേപ്പിലയും അരിഞ്ഞത്, ഒരു അധികം എരിവില്ലാത്ത പച്ചമുളകാണ് നമ്മൾ അരിഞ്ഞ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് തേങ്ങ തിരുമിയത്, മുളക് പൊടി, അത് എരിവുള്ള മുളക് പൊടിയാണ്, ഉപ്പ് ആവശ്യത്തിന്, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് കോൺഫ്ലവർ. ആ ചോറ് അരച്ചതിൽ നിന്ന് കുഴച്ചെടുക്കാം. ശേഷം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിത് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. നല്ല ലൂസോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഒന്ന് കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. അധികം കട്ടിയില്ല, എന്നാൽ നല്ല ലൂസുമാണ്. ഒരുപാട് ലൂസുമില്ല, ഒരു പാകം പരുവത്തിലാണ്. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അടുപ്പത്ത് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് ഒരല്പമായിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതീയിലാണ് നമ്മളിത് വേവിക്കുന്നത്. നല്ല ഹൈ ഫ്ലെയിമിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. എല്ലാ സൈഡും നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കോരിയെടുക്കാം. കുട്ടികൾക്കൊക്കെ നൽകാൻ നല്ലതാണ്. കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം. എണ്ണയിലാണ് നമ്മൾ വറുത്ത് കോരുന്നത്. പൈസ കുറവുള്ള എണ്ണ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെയുള്ളവർക്ക്. എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്ത് കോരാം. ഒരല്പം ചോറുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പിയായ നല്ലൊരു സ്നാക്സാണ്. 4 മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ടേസ്റ്റിയായ നല്ലൊരു സ്നാക്സാണ് ഇത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിയായ ഒരു ക്രിസ്പി സ്നാക്സാണ്. ചൂടോട് കൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. നല്ല ടേസ്റ്റിയായ ഒരു 4 മണി ചായക്കടിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ചെയ്ത് നോക്കാം. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചായ വെക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു ക്രിസ്പി സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്